അപ്പോഴേ ഇന്ന് ഓണം കാണാൻ കള്ളിക്കാട് പോയാലോ? ആഹാ! എല്ലാവർക്കും എന്താ ഒരു സന്തോഷം, എന്താ ഒരു ഉന്മേഷം കള്ളിക്കാടെന്ന് കേട്ടപ്പോഴല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് അച്ഛനും അമ്മയും ചീമയും ഞങ്ങളെല്ലാവരും കൂടി ഓണം കാണാൻ കള്ളിക്കാട് വീട്ടിലേക്ക് പോവാട്ടോ. ഓണത്തിന് മുന്നേ ഒന്ന് കള്ളിക്കാട് വീട്ടിലും ദീപചേച്ചിയുടെ കൂടെയൊക്കെ പോയിട്ട് കറങ്ങുന്ന ഒരു ചെറിയൊരു പരിപാടി ചടങ്ങ് നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും തിരിച്ച് അതുപോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളങ്ങനെ പോവാമെന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ്. വേറൊന്നുമില്ല, എൻ്റെ സമയവും സന്ദർഭവും നോക്കി തന്നെയാണ് ഇറങ്ങുന്നത്. എനിക്കിനി സമയം കിട്ടില്ല. ഞാൻ 2 ദിവസം ഫുൾ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ഫുൾ ലീവല്ല, ഇടയ്ക്ക് വസ്ത്രയുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ഇപ്പം നമുക്ക് രണ്ടാമത് വന്ന സ്റ്റോക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത് വീണ്ടും സ്റ്റോക്ക് എടുക്കുമ്പോൾ വീണ്ടും തിരക്കാവും. എന്നിട്ട് സ്റ്റോക്ക് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഉള്ള പ്രോഡക്ട്സിൻ്റെ എല്ലാം എൻക്വയറീസും ഓർഡേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ എടുക്കുക, ഇടുക, അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 ദിവസം ഞാൻ നെട്ടയത്ത് വന്ന് നിൽക്കുക കേട്ടോ. എന്തായാലും അച്ഛനും അമ്മയും ചീമയും കൂട്ടി നേരെ കള്ളിക്കാട് പോവാണ്. പോകുമ്പോൾ പട്ടകുളം ചന്തയിൽ ഇറങ്ങി മീനെല്ലാം വാങ്ങാമെന്ന് കരുതി. സാധാരണ കാട്ടാക്കട മാർക്കറ്റിൽ ഇറങ്ങിയാണ് വാങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ കാട്ടാക്കട മാർക്കറ്റിൽ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. മീനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ കാട്ടാക്കട മാർക്കറ്റിൽ. കള്ളിക്കാട് പോകുന്ന വഴിക്ക് പട്ടകുളം എന്ന് പറയുന്ന മാർക്കറ്റിൽ അത്യാവശ്യം ലാഭത്തിന് നമുക്ക് മീനൊക്കെ കിട്ടും. നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ചന്ത സമയം എന്ന് പറയുന്നത് ഒരു 10:30 മണി അങ്ങനെ എന്തോ ആണ്. പക്ഷെ നമ്മൾ വന്നപ്പോൾ 11 മണി ഏകദേശമായി. അപ്പോൾ ചന്തയുടെ ആ ഭീകര അവസ്ഥ കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷെ മീൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ മീനെന്ന് പറയാനെല്ലാം കുഞ്ഞു മീനുകളൊക്കെ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ടൈപ്പ് മീനൊന്നുമില്ല. ഈ ആൻറ്റിയുടെ മാത്രം നവരയും ചൂര മീനും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കേട്ടോ. വീഡിയോയിലിടാനല്ലേ, യൂട്യൂബിലല്ലേ, കണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ചോദിക്കുകയാണേ. ചൂര പോലും ദേ ഈ ആൻറ്റിയുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആൻറ്റിയുടെ ഒരു ചൂര മീൻ വാങ്ങാൻ നേരി നവരമീൻ വലിയ റെഡ് മീൻ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് കള്ളിക്കാട് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ചൂര മീനാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ കരുതി ചൂര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചൂരയും വാങ്ങി, നവരമീനും കണവ മീനും ഒക്കെ നമ്മുടെ നെട്ടയും വീട്ടിലത്തേക്കും വാങ്ങി കേട്ടോ. നവരമീൻ എന്തായാലും കള്ളിക്കാട് അമ്മ കഴിക്കില്ല. അവിടെ കുറച്ചെന്തോ കണവ മീൻ ഇരിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ കണവ മീൻ എന്തായാലും വാങ്ങിയില്ല. നെട്ടയും വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് കണവ മീനും നവരമീനും വാങ്ങി. നമ്മളിപ്പോൾ കള്ളിക്കാട് വീട്ടിൽ വച്ച് കഴിക്കാനായിട്ട് ചൂര മീനും വാങ്ങി. ഇത്രയാണ് ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. വേറെ മീനുകളൊന്നും ഇല്ല. എല്ലാം കുഞ്ഞൻ മീനും നമ്മൾ കഴിക്കാത്ത ടൈപ്പ് മീനുകളൊക്കെയാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ ഇവിടെ എല്ലാവരും കണ്ടു കേട്ടോ. എല്ലാവരും ആൻറ്റിമാർ, ഈ ആൻറ്റിയും അപ്പുറത്തിരുന്ന ആൻറ്റിയൊക്കെ ചോദിക്കുന്ന കണ്ടു വീഡിയോയുടെ കാര്യം. അങ്ങനെ ദേ നമ്മുടെ മീൻ എല്ലാം വാങ്ങി. അടുത്ത് പച്ചക്കറിയൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ കൊണ്ടൊന്നും വേണ്ട, മുരിങ്ങയ്ക്ക വേണോ മാങ്ങ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മാങ്ങ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല നാടൻ പാവയ്ക്ക ഇരിക്കുന്നത് കണ്ടിട്ട് പാവയ്ക്ക വാങ്ങി. വേറെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അറിഞ്ഞു കേട്ടോ നമ്മളെല്ലാവരും കൂടി കള്ളിക്കാട് പോവുകയാണെന്നത് കേട്ടപ്പോൾ ചെറിയൊരു നീരസം വേദയ്ക്ക് ഉണ്ട്. എങ്കിലും വേദയും കൊണ്ട് വരാനൊക്കെ നിന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. പറഞ്ഞില്ലേ, വേദയ്ക്ക് ക്ലാസ്, അത് കഴിയുമ്പോൾ ട്യൂഷൻ അല്ലെങ്കിൽ ഡാൻസ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. വേദയ്ക്ക് സമയം തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേദയും കൊണ്ട് വരക്കാൻ നടക്കത്തില്ല. ഇന്ന് ഞാനൊന്ന് ഫ്രീ ആയി നിൽക്കുന്നത് കൊണ്ട് വരാമെന്ന് കരുതിയാണ് നേരെ ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ വന്നത് കേട്ടോ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 11 മണിയായി. ഇനി വേദ തിരിച്ചെത്തുന്നതിന് മുന്നേ വീടെത്തണം. കാരണം ഇവിടെയാണ് വരുന്നതെന്ന് കൂടി അറിഞ്ഞത് കൊണ്ട് അവൾ എത്തുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് വേദ എത്തുന്നതിന് മുന്നേ എത്താൻ വേണം. ഞാൻ നെട്ടയത്തുണ്ടായിരുന്നു. നെട്ടയത്തുനിന്ന് വേദയെ സ്കൂളിൽ വിട്ട് തിരുമല പോയി. നമ്മുടെ വസ്ത്രയിൽ ഒരു സാരി 2-3 കോട്ട് സെറ്റ് ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഒരു സാരിയുടെ വീഡിയോ ഇട്ടിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ തന്നെ 10 മണിയായി. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും 10 മണി കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ 11 മണിയുമായി. എന്തായാലും മീൻ കിട്ടൂലേ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നേരെ ഇനി വന്നു. കാട്ടാക്കടയോ ഒന്നും ഇറങ്ങാതെ. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടുന്ന കാര്യം കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടൂലേ എന്നൊക്കെ ഒരു വിഷമം, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വന്നു. ഭാഗ്യത്തിനുണ്ട് കേട്ടോ, ചൂര മീൻ ഉള്ളത് കൊണ്ട് നന്നായി. എന്തായാലും നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. മാങ്ങ വാങ്ങി, മുരിങ്ങയ്ക്ക വാങ്ങി, പിന്നെ ഉടങ്കല്ലി മുളക് വാങ്ങി. ഇപ്പം വാങ്ങുന്ന ഉടങ്കല്ലി മുളകിനൊന്നും മണവും എരിയോ ഒന്നുമില്ല കേട്ടോ. ചുമ്മാ വാങ്ങിച്ചതിൽ ഇടാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു സമാധാനത്തിന്. അല്ലാതെ മണമോ എരിവോ ഒന്നുമില്ല. എന്തോരം മുളകുന്ന വീടല്ലേ കള്ളിക്കാട്. ഇപ്പോൾ ഒരൊറ്റ മുളകില്ല, എല്ലാം വാങ്ങിക്കണതിനൊട്ട് ടേസ്റ്റും ഇല്ല കേട്ടോ. എന്തായാലും മീൻ ഇതിപ്പോൾ 2 സ്റ്റെപ്പായിട്ട് വാങ്ങുന്ന കാണിക്കുന്നത്. ആദ്യം ചൂരമീൻ വാങ്ങി, എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ സമയമാണ് അച്ഛൻ കരുതി വീട്ടിലത്തേക്ക് കൂടി വാങ്ങാൻ, അത്യാവശ്യം ലാഭത്തിന് കിട്ടിയതുകൊണ്ട് വീട്ടിലത്തേക്ക് കൂടെ വാങ്ങാമെന്ന് കരുതി വാങ്ങിയത്.
എന്നിട്ട് ഇതേ അടുത്ത് പട്ടോളം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്ന സൈഡിൽ തന്നെ ഒരു അങ്കിൾ ഇരിപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കപ്പ വാങ്ങുന്നത്. കഴിഞ്ഞ ഞാൻ അങ്കിൾ അപ്പുറം സൈഡിൽ ഇരുന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ നല്ല വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇനി എന്ന് വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കിളുടെ കടയിൽ നിന്ന് തന്നെ വീണ്ടും കപ്പ വാങ്ങുന്നു. നല്ല സൂപ്പർ കപ്പയാട്ടോ. നമ്മളിപ്പോൾ കറി വയ്ക്കാനാണെങ്കിൽ ഇളക്കാനാണെങ്കിൽ സ്ലൈസ് ചെയ്തിടത്തില്ലേ, ഈ കപ്പ അങ്ങനെ സ്ലൈസ് ചെയ്തൊന്നും ഇടണ്ട, വെറുതെ കൊത്തിയിട്ടാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും, അതിനങ്ങ് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. എന്നിട്ട് ഇതേ അവിടെ നമ്മൾ പോയിട്ട് ഇവിടെ ഒരു കടയിൽ എനിക്ക് കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ചേച്ചി നമ്മുടെ നിന്ന് കൊറിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ കട അടച്ചിരിക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള കടയിൽ ഞാനത് ഏൽപ്പിക്കാം കേട്ടോ. നമ്മുടെ ഡ്രസ്സ് വസ്ത്രയിലൊരു സാരിയാണ് ചേച്ചി ഓർഡർ ചെയ്തത്. ഞാനിപ്പോൾ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വസ്ത്രയിലേക്ക് കയറുമ്പോൾ അവരെല്ലാം നമ്മുടെ മാം ആട്ടോ, നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ മാമും നമ്മുടെ സാറും ഒക്കെയാണ്. കൂടുതലും ലേഡീസ് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ വൈഫിനും മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാറുമുണ്ട്. എനിക്ക് കൂടുതലും കിട്ടുന്ന ഓർഡേഴ്സ് അബ്രോഡ് തന്നെയാണ്. ഗൾഫ് കൺട്രീസ്, USA, ഇറ്റലി എന്നൊക്കെയാണ്. കാരണം അവർക്ക് അവരുടെ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മുടെ വസ്ത്രയിൽ ഓർഡേഴ്സ് വരുന്നത്. ഇത് അശ്വതിയും ഗൾഫിലുള്ളതാണ്. അശ്വതി കുറ്റിച്ചിലാണ് അശ്വതിയുടെ വീട്. അശ്വതി ചേച്ചിയോ എന്തോ ആണ് മാം. ഓക്കെ, അശ്വതി മാം കുറ്റിച്ചിലാണ് വീട്. അപ്പോൾ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് വന്ന് വാങ്ങിക്കോളാം. പുള്ളിക്കാരി UAE എവിടെയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രേവതി ബേക്കറിയിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ കൂടി കള്ളിക്കാട് അറിയാവുന്ന ഒരു കട രേവതിയാണ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ കള്ളിക്കാട് പോയാലും എന്ത് സാധനം ഉണ്ടെങ്കിലും വാങ്ങിക്കൊണ്ട് പോകുന്നതും. ഇപ്പോൾ ഇവരുമായിട്ടൊക്കെ ഞാൻ കൂട്ടാട്ടോ. പക്ഷേ ഇവർ മാത്രമായിട്ടാണ്, എനിക്ക് വേറെ ഒരു കടയും കള്ളിക്കാട് അറിയത്തില്ല. രേവതി ബേക്കറി മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ സാധനങ്ങളും ബേക്ക് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം. ഇവിടെയുള്ള സ്നാക്സും കാര്യങ്ങളും ഒക്കെ മിക്കവാറും ഒരു 80% ഇവിടുത്തെ തന്നെ സാധനങ്ങളാട്ടോ. അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ ഇഷ്ടമാണ്. വാങ്ങിയിട്ടുള്ളതെല്ലാം നല്ലത് തന്നെയാണ്. അങ്ങനെ രേവതി ബേക്കറിയിൽ ആ പാഴ്സലും കൊടുത്തിട്ട്, പാഴ്സൽ എന്ന് പറയുന്നത് ഒരു ഷ്രഗ് ഡ്രസ്സാട്ടോ. ഷ്രഗും ഒരു ഫ്രോക്കും കൂടി വരുന്ന ഒരു ടൈപ്പ് സാധനം. അതിവിടെ കൊടുത്തിട്ട് ഞാൻ ബാക്കി നമ്മുടെ കള്ളിക്കാട് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് എന്നൊക്കെ ഞാൻ വാങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നെട്ടയത്തും വേണമെങ്കിൽ എന്തെങ്കിലും വാങ്ങും, ഇവിടെ നിന്ന് നല്ല സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുകയാണ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. എന്തെങ്കിലും വേണമെങ്കിൽ മിക്സ്ചറോ റസ്ക് അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്, വേണമെങ്കിൽ വാങ്ങാൻ പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് ബനാന പപ്സ്. ഞാൻ ഇവിടെ മാത്രമേ ഈ ഒരു ബനാന പപ്സ് കണ്ടിട്ടുള്ളൂ. മീൻസ് സിറ്റിയിലൊന്നും ഒരു കടയിൽ ഞാൻ ആ ഒരു പപ്സ് കണ്ടിട്ടില്ല. അപ്പോൾ ബനാന പപ്സുള്ള എവിടെയെങ്കിലും സിറ്റിയിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഈ പപ്സിനകത്ത് നമ്മുടെ ദിൽക്കുഷ് പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ സ്റ്റഫ് ചെയ്തേക്കണ കൂടുതലും ഏത്തമ്പഴം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിവിടെ ആരും കഴിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഒരെണ്ണവും വാങ്ങി. ചീമ കിൻഡർ ജോയ് എടുക്കുകയാണ്. ചീമയ്ക്കും വേദയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള കിൻഡർ ജോയ് എടുക്കുകയാണ്. അതെല്ലാം വാങ്ങിയ ശേഷം നമ്മൾ നേരെ കള്ളിക്കാട് വീട്ടിൽ പോയി. എത്തിയപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. ഏകദേശം 11 മണിയൊക്കെ ആയി. ഏകദേശമല്ല, 11 മണി കഴിഞ്ഞു. എന്നിട്ട് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. ഇനി വച്ച് കഴിച്ചിട്ട് വേണം പോവാൻ. ഇവിടെ വന്നൊരു 5 മിനിറ്റ് ഇരിക്കാനുള്ള നേരമില്ല കേട്ടോ. വരിക, വയ്ക്കുക, കഴിക്കുക, തിന്നുക, പോവുക, അത്ര തന്നെ. വന്ന പാടെ തന്നെ അമ്മ മീൻ കട്ട് ചെയ്യാൻ കയറി. അപ്പോൾ മീൻ കട്ട് ചെയ്യുന്നതിൽ എൻ്റെ അമ്മയാണോ കള്ളിക്കാട് അമ്മയാണോ ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ കൈ കൊണ്ട് സ്പീഡിന് കട്ട് ചെയ്യും. പിന്നെ അമ്മ ഇല്ല എങ്കിൽ അമ്മ തന്നെയാണ് കള്ളിക്കാട് അമ്മ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അത് കാലിൽ വെച്ചാണ് അമ്മ കട്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ അമ്മ കൈ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ പറയത്തുള്ളൂ കേട്ടോ. എത്ര സ്പീഡിൽ ആരാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയും. അത്രയും പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് അമ്മ ആ ഒരു കുഞ്ഞു ചൂര കട്ട് ചെയ്തു. കുഞ്ഞല്ല, ഒരു വലിയ ചൂര തന്നെയായിരുന്നു കേട്ടോ. 300 രൂപയായിരുന്നു ആ ചൂരയുടെ വില. അപ്പോൾ ആ അമ്മ ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ കള്ളിക്കാട് അമ്മ മല്ലിയും മുളകും മീനിന് വേണ്ടിയിട്ട് വറുക്കുന്ന സമയം അതിനുള്ളിൽ അമ്മ കഴുകി വൃത്തിയാക്കി എടുക്കുകയും ചെയ്തു. എന്നിട്ട് സാരികളെല്ലാം എടുത്ത് കാണിക്കുകയാണ്. ദീപ ചേച്ചി അമ്മയ്ക്ക് ഓണത്തിന് എടുത്തു കൊടുത്ത ഓണസാരിയും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. പിന്നെ കല്യാണ സാരികളും കാര്യങ്ങളും എല്ലാം കാണിക്കുക. ഇതാട്ടോ ദീപ ചേച്ചി കള്ളിക്കാട് അമ്മയ്ക്ക് എടുത്തു കൊടുത്ത സാരി. നല്ല രസമുണ്ടല്ലോ. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ ഈ സാരിക്ക്. റേറ്റൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മളെടുത്ത് കൊടുത്ത സാരിയൊക്കെ കാണിക്കുകയാണ്. ഞാൻ ബ്ലൗസ് പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചിലപ്പോൾ ബ്ലൗസ് പീസ് മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഉണ്ടല്ലോ അജ്രക്കൊക്കെ വേണമെങ്കിൽ എടുക്കട്ടെ എന്ന് 1 മീറ്റർ അജ്രക്കിൻ്റെ ബ്ലൗസ് പീസൊക്കെ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ അമ്മ ഇത് ആർക്കിടാൻ വാങ്ങിച്ചുകൊണ്ടെന്നോ, ഞാനോ ഈ സാധനമോ നീ കൊണ്ടുപോകുന്നു പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ കരുതി ആ ബ്ലൗസ് പീസിൽ വേദയ്ക്ക് ഒരു ബ്ലൗസും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. എന്തായാലും എൻ്റെ അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു, അമ്മയ്ക്കുള്ളിക്കാട് അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കരുതി അത് സ്റ്റിച്ച് ചെയ്ത് ഏതെങ്കിലും സാരിയോട് ചിലപ്പോൾ വേണമെങ്കിൽ ഇടാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു.
അങ്ങനെ സാരികളെല്ലാം കണ്ടു. കുറേ ഏറെ കല്യാണങ്ങൾ, ചിങ്ങം ആയാൽ പിന്നെ കല്യാണവും പാലുകാച്ചും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാത്തിനും ഉടുക്കാനുള്ള സാരി ആയല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഏതിനുടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ ചമ്മന്തി, നല്ല തേങ്ങ മാങ്ങ മുളകൊക്കെ വെച്ചരച്ച ചമ്മന്തി, ഉടങ്കല്ലി മുളകൊക്കെ വെച്ച് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്ക പച്ചടി ആയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, മുരിങ്ങയില തോരനായിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻകറിയാണ് നമ്മൾ വന്ന ശേഷം വെച്ചത് കേട്ടോ. എന്നിട്ട് അമ്മ മീനെല്ലാം കട്ട് ചെയ്തിട്ടിരുന്നപ്പോൾ നമ്മുടെ കോക്കോ മീൻ കഴിക്കാൻ വന്നത് കണ്ടുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു, നമ്മുടെ വീട്ടിലത്തേക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് ഇത്രയും നവര 300 രൂപയ്ക്ക് തന്നു കേട്ടോ. അപ്പോൾ ഈ നവരമീൻ ഉള്ളത് കൊണ്ടാവും. ഇന്നാളെ നമുക്ക് 50 രൂപയ്ക്ക് 3 കിട്ടിയായിരുന്നു. അപ്പോൾ ഈ 3 5-6 മീൻ 300 രൂപയ്ക്ക് കിട്ടി. ഈ മീനെല്ലാം കൂടെ അമ്മ കട്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ട് ഇനി കട്ട് ചെയ്യണ്ട, ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ കോക്കയ്ക്ക് തിന്നുകയും ചെയ്യാം. കോക്കോ എന്ന് പറയുന്നത് നമ്മുടെ മദാമ്മയുടെ പട്ടിയാട്ടോ. അങ്ങനെ കോക്കോയ്ക്ക് വേണ്ടിയിട്ട് അമ്മ മീനെല്ലാം കട്ട് ചെയ്യാണ്. ഇതും കണവ മീനും എല്ലാം കൂടി കട്ട് ചെയ്യുകയാണേ. അമ്മയ്ക്ക് മീൻ കട്ട് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ അമ്മയുടെ ഈ കാൽമുട്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ഒരുപാട് സമയം നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ അമ്മയ്ക്ക് വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇതും ഒരു 10-15 മിനിറ്റ് കൊണ്ട് അമ്മ കാര്യം കഴിഞ്ഞു കേട്ടോ. അവിടെ അച്ഛന്മാർ 2 പേരും കൂടി വണ്ടി കഴുകലും ഒരു ബഹളം തന്നെ. ഞാൻ നോക്കിയപ്പോൾ ബോണറ്റൊക്കെ പൊക്കി വെച്ചേക്കണം. ഞാൻ കരുതി ഈശ്വര ബോണറ്റും കഴുകിയോ, നോക്കിയപ്പോൾ ബോണറ്റ് കഴുകിയത് പോലും വൃത്തിയായി കിടക്കുന്നു. പക്ഷേ കഴിയില്ല, തുടച്ചതേ ഉള്ളൂ. എങ്കിലും പൊക്കിയൊക്കെ വെച്ചിട്ട് മറ്റേ വലിയ പ്രഷർ പമ്പ് പോലത്തെ ഒരു പൈപ്പിലൊക്കെയാണ് ഇവിടെ വെള്ളം അടിക്കുന്നത് കേട്ടോ. മീൻസ് ഇങ്ങനെയുള്ള വലിയ ഓസ് ഉണ്ട്. അപ്പം നല്ല ഭയങ്കര പ്രഷറിലാണ് ആ വെള്ളം വരുന്നത്. അതൊക്കെ വെച്ച് നന്നായിട്ട് 2 പേരും കൂടെ വണ്ടിയൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ്. കപ്പ ആയിട്ടുണ്ട്. കപ്പ ഞാൻ പറഞ്ഞില്ലേ, വേവിക്കാൻ വേണ്ടിയിട്ട് ഇടും പോലെ കൊത്തി കൊത്തി ഇട്ടതാണ്. അത് കുറച്ച് അച്ഛനെടുത്ത് മാറ്റി വെച്ചിട്ട്, ഇവിടുത്തെ അച്ഛനെടുത്ത് മാറ്റി വെച്ച ശേഷം ബാക്കി എല്ലാം കൂടി ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ കൊത്തിയിട്ട സാധനം ഇത്രയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല കപ്പ കേട്ടോ. എപ്പോൾ അങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയാലും നല്ല കപ്പയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആങ്കിളിൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് എപ്പോഴും ഞാൻ വാങ്ങുന്നത് കേട്ടോ. കഴിഞ്ഞ ആങ്കിൾ അപ്പുറം സൈഡ് ഇരുന്നപ്പോൾ ഈ സൈഡിൽ അങ്കിളിനെ കാണാത്തതുകൊണ്ട് അപ്പുറം സൈഡിൽ ഇരുന്ന് അങ്കിളിൻ്റെ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ ആ അങ്കിൾ തന്നെയായിരുന്നു ഈ അങ്കിൾ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അടുത്ത് കണവ വൃത്തിയാക്കാണ്, കൂന്തൽ. അതിൽ മുട്ട ഉണ്ട് കേട്ടോ. ആ മുട്ട എടുത്ത് അമ്മ മാറ്റി വെച്ചിട്ട് അതിനെ ഞാൻ കിണ്ടി തിന്നു. ചീമയ്ക്ക് കൊടുത്തപ്പോൾ ചീമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കിണ്ടി തിന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ശകലം പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ഇട്ട് ശകലം തേങ്ങയും കൂടി ഇട്ട് ചിക്കി എടുക്കുന്ന പോലെ എടുക്കുന്നതിനെയാണ് കിണ്ടി തിന്നു എന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയുടെ നാളത്തെ പകുതി ജോലി ഒഴിവാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തത് കൊണ്ട് ഇവിടെ ആകുമ്പോൾ വേസ്റ്റ് കളയാനും നമുക്ക് എളുപ്പമുണ്ട്. അവിടെ എല്ലാം വേസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടൊക്കെയല്ലേ കളയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. മീനിൻ്റെ ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ തന്നെ കളഞ്ഞില്ല എങ്കിൽ ഭയങ്കര വേസ്റ്റ് സ്മെല്ലായിരിക്കും. ഇത് നമുക്ക് വേസ്റ്റ് എടുക്കാൻ വരുന്നത് വരെ നമ്മളതല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇടുന്ന ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങനെ പോയി, ബാക്കിയുള്ള ദിവസം അങ്ങനെ തന്നെയാണെങ്കിലും നല്ലൊരു കാര്യമല്ലേ. എന്നിട്ട് നമ്മളിത് ഇല എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇല ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും കുറച്ച് നെട്ടയത്ത് കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അത് വേറൊന്നുമല്ല, ഇലയുടെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവിടെ നെട്ടയത്തിന് ഇല എടുക്കണമെങ്കിൽ വലിയ പാടാണ് കേട്ടോ. ഇവിടെ എല്ലാം പോയി ആരുടെ എല്ലാം പറമ്പിൽ കയറിയിട്ടായിരിക്കും വാഴയില എടുക്കുന്നതെന്ന് അറിയുമോ. ഞാൻ നോക്കിയപ്പോഴേ തേങ്ങ പോലെ സാധനം കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മഹാഗണി മുറിച്ചായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന കായാണ്. ഞാൻ കണ്ടിട്ട് തേങ്ങയില്ലേ വീണ് കിടക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് നോക്കിയപ്പോഴാണ് മഹാഗണിയുടെ കായ കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നത് നമ്മൾ ഇല എടുക്കുന്ന കാര്യം. നമ്മുടെ ഇലയപ്പം, ഇലയുടെ ഉണ്ടാക്കാനായിട്ടുള്ള ഇലയും പിന്നെന്താണ് ചോറ്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ഇലയും എല്ലാം കൂടി എടുക്കുകയാണ്. ഏട്ടനപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. വീട്ടിൽ വേറെന്തോ ആവശ്യമായിട്ടൊക്കെ ഇവിടെ പോകണം, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ നിന്നത്. ഏട്ടനോട് ഞാൻ പറയുകയും ചെയ്തു വരുമ്പോൾ ചോറ് കൊണ്ടുവരാമെന്ന്. പക്ഷേ ഇവിടെ 1:30 മണിയായപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ച് കൊണ്ടുപോയി ഏട്ടൻ കഴിക്കുമ്പോൾ ഒരു സമയമാകും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഏട്ടന് കൊണ്ടുപോയില്ല. ഏട്ടന് പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് കുറച്ച് മീൻകറിയും ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഇഡ്ഡലിയും കൂടെ എടുത്ത് വെച്ചു. കഴിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി എടുത്ത് വെച്ചായിരുന്നേ. വൈകിട്ട് ഞാൻ വീണ്ടും നെട്ടയത്ത് പോകും. അവിടെ വേറെ 1-2 പരിപാടികളോട് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇന്നും ഞാൻ വീട്ടിലുണ്ടാവില്ല. ഏട്ടനോട് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ വന്ന് നിൽക്കത്തുമില്ല കേട്ടോ. ഏട്ടനെല്ലാം കൊള്ളാം. എൻ്റെ അച്ഛനും അമ്മയും അലർജിയാണെന്ന് മാത്രമേ ഉള്ളൂ. ചില പ്രത്യേക സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും മാത്രം നെട്ടയത്ത് വന്ന് നിൽക്കാറും ഒക്കെ ഉള്ളൂ കേട്ടോ. ഏട്ടന് ഇതുപോലൊരു ബുദ്ധിമുട്ടില്ല. വീട്ടിൽ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുക അല്ലെങ്കിൽ ഏട്ടാ വന്നില്ലെന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല കേട്ടോ. ഇതുവരെ ഞങ്ങൾ അങ്ങനെ
ഒന്നും ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അപൂർവങ്ങളിൽ അപൂർവം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നിൽക്കും. അച്ഛനുമായിട്ട് ഭയങ്കര കൂട്ടാണ്, ഇപ്പോഴും കൂട്ടാണ്. അവർ ബിസിനസ് ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് അച്ഛനുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഏട്ടനും ചെയ്യുന്നുണ്ട്, രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര കൂട്ടാണ്. പക്ഷേ വീട്ടിൽ വരാൻ പറഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാലും പിന്നെ അത്രയും ഗതികെടുമ്പോൾ വന്ന് കഴിക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു എന്നല്ലാണ്ട് ഇതുപോലൊരു അലർജി ആയിരുന്നു വേറൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് വിളിച്ചിട്ട് വരെയില്ല, നെട്ടേ തൊട്ട് ഏട്ടൻ വന്ന് നിൽക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഏട്ടൻ ഞാൻ പോകുന്ന ദിവസം പുറത്തു നിന്നൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. എനിക്കിപ്പോൾ കൂടെ കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങളൂടെ നോക്കണ്ടേ അല്ലേ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കണം. അതുകൊണ്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ടും വന്നില്ല, വേറെ എന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഏട്ടനും കൂടി വരാനായിട്ട് നിന്നതാണ്. അപ്പോഴാണ് ഏട്ടൻ തിരക്ക് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് പോവാം, എന്തായാലും നമുക്ക് വരണമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇനിയിപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇനി വരണ്ടല്ലോ, ഇന്ന് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മ അതേ 10-15 മിനിറ്റ് കൊണ്ട് മീൻ കട്ട് ചെയ്തു. അമ്മ മീൻ കട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് ഞാനും അമ്മയും കൂടി ഇല എടുക്കാനായിട്ട് പോയത്. ഇല എടുത്തിട്ട് വന്നപ്പോഴേക്കും കണവയും റെഡി, നമ്മുടെ നവര മീനും റെഡി കേട്ടോ. ഒന്ന് നന്നായിട്ട് കഴുകി പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ കഴുകാണ്ട് വൃത്തിയാക്കാണ്ടൊക്കെ വെച്ചിരുന്നെങ്കിൽ ഈ കുറച്ച് നേരം കഴിയുമ്പോൾ മീൻ സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അമ്മ കഴുകി തീർന്നപ്പോൾ മറ്റേ കണവ മീനിൻ്റെ കൂന്തലിൻ്റെ മീൻമുട്ട തന്നു. അതിനെ ഞാനിങ്ങനെ ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇന്ന് വരെ സാധനം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടില്ല. അമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്തു. ഇത് അമ്മ ഉണ്ടാക്കി തരും, അപ്പോൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും ശകലം ഉണ്ടായിരുന്നുള്ളൂ, അതിനുള്ള പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ രുചി നോക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് കഴിക്കാനില്ലായിരുന്നു. വേറെ ആരും കഴിച്ചില്ല, ഞാൻ മാത്രം തന്നെയാണ് കഴിച്ചത്. ചീമയ്ക്ക് കൊടുത്തപ്പോൾ ചീമയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും അമ്മ ശകലം, കള്ളിക്കാടമ്മ ശകലം ടേസ്റ്റ് ചെയ്തു, ബാക്കി ഞാൻ തന്നെയാണ് കഴിച്ചത്. അങ്ങനെ മീൻമുട്ടയൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ചോറ് കഴിക്കാനുള്ള സമയമായല്ലോ എന്ന് ഓർത്തത്. ശരിക്കും പറഞ്ഞാൽ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇഡ്ഡലി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കഴിച്ചായിരുന്നു. എങ്കിലും ചോറ് കഴിച്ചല്ലേ പറ്റുള്ളൂ. ചോറ് കഴിച്ചാലല്ലേ നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോകണം. വേദ ചെല്ലുമ്പോൾ അവിടെ നമ്മളില്ലെങ്കിൽ എന്ന് ഭൂകമ്പം, പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ടെൻഷനും വിഷമവും ദേഷ്യവും ഒക്കെ വേദയ്ക്ക് കാണും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അച്ഛന്മാർ രണ്ടുപേരെയും വിളിച്ച് അവർക്ക് രണ്ടുപേർക്കുള്ള ആഹാരം കൊടുക്കുകയാണ്. എൻ്റെ അച്ഛൻ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുന്നു. അവിടുത്തെ അച്ഛൻ പ്യോർ വെജിറ്റേറിയനാണ്. അച്ഛൻ അതൊന്നും ഇല്ലാണ്ടൊക്കെ കഴിക്കുകയാണ്. പക്ഷേ കറികളുണ്ടായിരുന്നു. രാവിലെ വേദിക്ക് സ്കൂളിൽ കൊണ്ടുപോയി പൊട്ടറ്റോ മെഴുക്കുവരട്ടിയൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ചീരത്തോരൻ, ചമ്മന്തി, പാവയ്ക്ക വറുത്തത്, ചീരത്തോരനല്ല മുരിങ്ങയില തോരൻ, പാവയ്ക്ക വറുത്തത്, അച്ചാർ, കപ്പ, മീൻകറി, ഇന്നലത്തെ കണവ റോസ്റ്റ്, ഇത്രയും സാധനം ഉണ്ടായിരുന്നു ഉച്ച ഊണിന്. അതെൻ്റെ ചട്ടിപ്പാത്രം കേട്ടോ. കണവ മീൻ ഇന്നലെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെൻ്റെ അച്ഛന് കൊടുത്തായിരുന്നു. അത് കൊടുത്ത ശേഷം ആ പാത്രം ബാക്കി വന്നപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചോറും കുറച്ച് ചമ്മന്തിയും പിന്നെന്താണ് എന്തോ ഒരു സാധനം കൂടി ഇട്ടല്ലോ, കുറച്ച് ചമ്മന്തിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും കൂടി ഇട്ട് വിരവി കഴിക്കുക കേട്ടോ. വായക്കൂടെ വെള്ളമായിരുന്നു, അടിപൊളി. അത് കഴിഞ്ഞ് മീനും മച്ചിനിയും ചോറും കൂടെ കഴിക്കണ്ടേ, അതിലെ പ്രശ്നം. ഉണ്ടെങ്കിൽ എല്ലാം കൂടി, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വന്നാൽ ഇതാണ് പ്രശ്നം. ചമ്മന്തിയും ചോറും അതങ്ങനെ തന്നെ കഴിക്കണം, കപ്പയും മീൻകറിയും അതങ്ങനെ തന്നെ കഴിക്കണം. എന്തായാലും ഇത് കുറച്ചൊന്ന് കഴിച്ച ശേഷം അടുത്ത് ഞാൻ ചോറും കപ്പയും മീൻകറിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വിരവി കഴിക്കുക കേട്ടോ. കപ്പ എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ ഇരിക്കണം, ആ കൊത്തിയിട്ടിട്ട് പോലും വെന്ത് കുഴഞ്ഞ് ഒരു തരി അതിലില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ കപ്പയാണ് ഇഷ്ടം. ഇവിടെ കള്ളിക്കാടമ്മയ്ക്കും ഏട്ടനും ദീപചേച്ചിക്കുമൊക്കെ, എൻ്റെ അമ്മയ്ക്കും ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് കിടക്കുന്ന ആ കഷ്ണം അതുപോലെ കിടക്കണം. സ്ലൈസ് ആയിട്ട് ഇടൂലേ, അതുപോലെ ഇളക്കുമ്പോഴും ഉണ്ടാവണം. എനിക്കതിഷ്ടമല്ല. ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് പായസം പോലെ ഇരിക്കുന്ന കപ്പയാണ് എനിക്കിഷ്ടം. ആ സെയിം കപ്പയും നല്ല ചൂര മീൻകറിയായിരുന്നു കേട്ടോ. കഴിച്ചു. ഒരു 2 മിനിറ്റ് ഇരുന്നു, വീണ്ടും പോകാനുള്ള സാധനങ്ങളെല്ലാം വാരി കെട്ടുകയാണ്. ഇതാണ് ആത്തിച്ചക്ക. നമ്മുടെ ട്രിവാൻഡ്രത്തിന് ആത്തിച്ചക്ക എന്ന് പറയും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. ഇപ്പോൾ ഇതിന് ഭയങ്കര വിലയാണ്. മുമ്പ് ഈ സാധനം വീണ് പൊക്കോണ്ടിരുന്നു. ഇപ്പോൾ ഇത് പുറത്തൊക്കെ കൊണ്ടുവച്ച് ആൾക്കാർ വിൽക്കുന്നത് ഭയങ്കര വിലയ്ക്കാട്ടോ. ഇത് കൊണ്ടുപോകണു, മാങ്ങ കൊണ്ടുപോകണു. ഒരു മാങ്ങ എടുത്തു, ഇന്ന് വാങ്ങിച്ച മാങ്ങ 2-3 ഉടങ്കിൽ മുളകെടുത്തു. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. ബനാന പപ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവിടത്തേക്ക് 2 വച്ച ശേഷം ബാക്കി പപ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഇത് കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി. 2 പേരും കൂടി
നല്ല സുന്ദരനായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ തിരുമല വീട്ടിൽ പോകും. തിരുമല വീട്ടിൽ പോയി വേദയും വിളിച്ചുകൊണ്ട് വീണ്ടും നെട്ടയത്ത് വരും. തിരുമല വീട്ടിൽ പോയി വേദയ്ക്ക് നാളെ വേണ്ട ടൈം ടേബിളും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടി യൂണിഫോമും എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് വേദയും വിളിച്ച് നമ്മൾ നേരെ നെട്ടയം വീട്ടിൽ പോകും. നമ്മൾ തിരുമല വീട്ടിൽ ചെന്നതും വേദ സ്കൂൾ വിട്ട് വന്നവിടെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് വന്നു കുളിക്കാൻ കയറിയപ്പോഴാണ് നമ്മൾ എത്തിയത്. കുളിച്ച് കഴിഞ്ഞതും നമ്മളവിടെ ഉണ്ടായിരുന്നു. അവളെയും വിളിച്ചുകൊണ്ട് ഇതേ നമ്മൾ നെട്ടയം വീട്ടിൽ പോവുകയാണ്. പോകുമ്പോഴേക്ക് കണ്ണൂസിൽ കയറി ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. നെട്ടയത്തുള്ള ബേക്കറിയാണ് കണ്ണൂസ്. ഇവിടെയും ഇവിടെ ഓൾമോസ്റ്റ് സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ നല്ലതാട്ടോ. അങ്ങനെ കണ്ണൂസിൽ കയറി സാധനങ്ങൾ വാങ്ങി നെട്ടയത്ത് വീട്ടിൽ പോയി എല്ലാവരും കുറച്ച് സമയം കിടന്നു. ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നെട്ടയത്ത് വീട്ടിലെത്തി. കുറച്ച് സമയം എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും അടുത്ത് റെഡിയായി ഇറങ്ങാൻ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 6 മണിയായപ്പം എല്ലാവരും വീണ്ടും റെഡിയായി ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അടുത്തെന്ന് പറയുന്നത് ദീപ ചേച്ചിയുടെ അവിടെ കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരത്തില്ല, അടുത്ത ആഴ്ച ഞാൻ ഫുൾ ബിസി ആയിരിക്കും മക്കളെ. എനിക്ക് കുറച്ച് ഇനി ഓർഡേഴ്സ് വരാനുണ്ട്. കുറച്ച് ഓണം സാരി, നമുക്ക് ലോട്ടസ് സാരി ഉണ്ടല്ലോ, ഭയങ്കര എൻക്വയറീസ് കേട്ടോ. ഓണത്തിന് ഓണം സാരിയാണ്, അതിൽ ലോട്ടസ് പ്രിൻറ്റ് വരുന്ന സാരി. അപ്പോൾ അത് കുറേ ആയി നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓണം കഴിയാറായി. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ വരും. അതൊക്കെ വന്നാൽ ഞാൻ ഫുൾ ബിസി ആണ്. പിന്നെ എനിക്ക് ഓണം കഴിയണതിന് മുന്നേ കുറച്ച് ഓർഡേഴ്സ് കൂടി എടുക്കണം. ഓർഡേഴ്സ് അല്ല, കുറച്ച് സ്റ്റോക്ക് കൂടി എടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് എടുക്കണം. അങ്ങനെ ഒരു 1-2 പ്ലാനിങ് ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സന്തോഷവും കൂടി ഇതിന് പുറകെ, 1 അല്ല 2 സന്തോഷമുണ്ട്. അത് ഒരു സന്തോഷം ഞാൻ അടുത്ത ആഴ്ച തന്നെ റിവീൽ ചെയ്യാം. വേറൊരു സന്തോഷം കുറച്ച് ഒരു മാസം കൂടെ ആയ ശേഷം ഞാൻ പറയാവേ. ഇനി എല്ലാ സന്തോഷങ്ങളും ഞാൻ എത്തിയ ശേഷമേ പറയത്തുള്ളൂ. കാരണം നമ്മളന്ന് കാശ്മീരിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലടിച്ചിരുന്നിട്ട് പോകാൻ പറ്റിയില്ല. അത് കാശ്മീർ കാര്യമല്ല, ഏത് കാര്യം നമ്മളിലുള്ളവരല്ലാണ്ട് കുറച്ച് വൈഡായിട്ട് അറിയുകയാണെങ്കിൽ പിന്നെ ആ കാര്യം നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എല്ലാ കാര്യവും നടന്ന ശേഷം മാത്രം അറിയിക്കാമെന്ന്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഒരു കുഞ്ഞ് സന്തോഷം വരുന്നുണ്ട്. അത് ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സന്തോഷം ആഘോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കുട്ടി തിരക്കുകളായിരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എന്തായാലും വരത്തില്ല. അതുകൊണ്ട് ഇന്ന് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർക്കുക. ഇന്ന് ഈവനിങ് ഞാൻ ഡിന്നർ ഞാൻ എൻ്റെ വക സ്പെഷ്യൽ ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ വൈകുന്നേരം കഴിക്കാനുള്ള സ്പേസ് വയറിലില്ല. ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്ന് കാര്യമായിട്ട് കഴിച്ചു. ഇപ്പോൾ ഒരു ചായയും കൂടി കുടിച്ചപ്പോൾ എല്ലാവരും വയറ് ഫുള്ളാണ് കേട്ടോ. എന്തായാലും ദീപ ചേച്ചിയുടെ അവിടെ കൂടി പോകാമെന്നും പറഞ്ഞതേ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ ആണെങ്കിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ അവിടെ നടക്കത്തില്ല. എന്തായാലും വേദത്തെ കഴിഞ്ഞ ദിവസം ദീപ ചേച്ചിയുടെ അവിടെ പോയപ്പോൾ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് വീണ്ടും എടുത്ത് കയറ്റിയിട്ടുള്ളത്. ഞാനങ്ങനെ വഴക്ക് പറഞ്ഞു, എന്നിട്ട് മാറ്റുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി. എന്താ ഒരു സന്തോഷമല്ലേ വേദയ്ക്ക്. ചില വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും അറിയാം, വേദയുടെ മോന്ത ഇരിക്കുന്ന കണ്ടാൽ വെച്ച് ഇടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നും കേട്ടോ. പക്ഷേ ഇന്ന് ഭയങ്കര സന്തോഷം. എന്തായാലും ദീപ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. പോകും വഴി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. പൊറോട്ടയും ചിക്കൻ കറി അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. ചേച്ചി ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ, ബാക്കി റെഡ് മീറ്റ് എല്ലാം അലർജിയാണ്. ചേട്ടനാണെങ്കിൽ ബീഫൊക്കെ കഴിക്കും, ബീഫും മട്ടനും ഒക്കെ കഴിക്കും. അപ്പോൾ ചേട്ടന് ബീഫും ചേച്ചിക്ക് ചിക്കനും വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം ആയി, 7 മണി അടുപ്പിച്ചായി. പക്ഷേ എന്തോ പണിക്കൊക്കെ പ്ലംബിങ്ങിൻ്റെ ആൾക്കാരും ഒക്കെ നിൽപ്പുണ്ട്. ആകെ കൂടി ധൃതി പിടിച്ച പണികൾ നടക്കുകയാണ്. 10-ാം തീയതി എന്തോ കല്യാണമാണ് കേട്ടോ. അപ്പോൾ മുകളിൽ ഇപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ എന്നറിയത്തില്ല. മുകളിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലാണ് ചേട്ടൻ്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് ധൃതിയിൽ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ദീപ ചേച്ചി ഇതെടുക്കട്ടെ കഴിച്ചിട്ട് പോകാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളവിടെ കഴിക്കാനും എടുക്കാനും ഒക്കെ നിന്നാൽ മൊത്തം എല്ലാം വാരി വലിച്ചിട്ടേക്ക് കേട്ടോ. അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അറിയോ. അതുകൊണ്ട് നമ്മൾ കഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങുകൊണ്ട് വയറും ഫുള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ അച്ഛനൊരു കെറ്റിലൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മൈജിയിലൊക്കെ വന്നപ്പോൾ ഇവിടെ കെറ്റിലും കൊറ്റിലൊന്നും ഇല്ല കേട്ടോ, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മൈജിയിൽ കയറിയപ്പോൾ, പട്ടത്തുള്ള മൈജിയിലാണ് കയറിയപ്പോൾ തൊട്ടടുത്ത് തന്നെ കാർ പാർക്ക് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറി കേട്ടോ. അവിടെ അത്യാവശ്യം നമ്മൾ ചെന്ന ഉടനെ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു ജിഞ്ചർ ബ്ലാക്ക് ടീ കൊണ്ട് തന്നായിരുന്നു. അതെല്ലാം കുടിച്ചു, കൊള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ വേദയ്ക്ക് മന്തി വേണമെന്ന് പറഞ്ഞൊരു, അവളൊന്നും വൈകുന്നേരം ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് വേദയ്ക്ക് മന്തി വേണമെന്ന് പറഞ്ഞ് മന്തിക്കറിയായ വേദയ്ക്ക് ഒരു ക്വാർട്ടർ മന്തി, പിന്നെ ഒരു ക്രീമി ബട്ടർ ചിക്കൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ടിക്ക, അത്ര വാങ്ങിയുള്ളൂ. ഒരു ഷവർമയും വാങ്ങി. ആർക്കും വലിയ പോളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് അതുപോലെ തന്നെ പാഴ്സൽ ചെയ്തു കേട്ടോ. അത്രയ്ക്കൊന്നും അധികമൊന്നും ആരും കഴിച്ചില്ല.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം കാണൽ വിശേഷം ദീപ ചേച്ചിയുടെ അവിടെയും കള്ളിക്കാടും ഒക്കെ ഉള്ള വിശേഷം ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കള്ളിക്കാട് വിശേഷവും ദീപ ചേച്ചിയുടെ വിശേഷവും നെട്ടയത്തെ വിശേഷമൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. എങ്കിലും കള്ളിക്കാട് വിശേഷം കാണാൻ കുറച്ച് കൂടുതലാണല്ലേ. അപ്പോൾ എന്തായാലും കണ്ടല്ലോ, കള്ളിക്കാട് വിശേഷം കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എന്തായാലും വിശേഷങ്ങളെല്ലാം സന്തോഷങ്ങളെല്ലാം പുതിയ സന്തോഷങ്ങളെല്ലാം പുറകെ വരുന്നതായിരിക്കും. എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ വിശേഷങ്ങൾ എന്താണെന്ന് കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. എന്തായാലും നാളത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല, അടുത്ത ആഴ്ച ഞാൻ ആ ഒരു സന്തോഷം പറയത്തുള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.